നമസ്കാരം. മലപ്പുറം എടവണ്ണപ്പാറയിൽ +1 വിദ്യാർത്ഥിനിയെ ചാലിയാർ പുഴയിൽ മുങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കരാട്ടെ പരിശീലകനെതിരെ പീഡനം ആരോപിച്ച് പെൺകുട്ടിയുടെ കുടുംബം പോലീസിന് പരാതി നൽകി. പരിശീലകനെതിരെ പോക്സോ കേസ് നൽകാനിരിക്കെയാണ് 17-കാരിയെ ദുരൂഹ സാഹചര്യത്തിൽ മുങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയതെന്നാണ് പരാതി. ചൊവ്വാഴ്ച വൈകിട്ട് 6ഓടെയാണ് പെൺകുട്ടിയെ കാണാതായത്. രാത്രി 8ഓടെ ചാലിയാർ പുഴയിൽ അധികം വെള്ളമില്ലാത്ത ഭാഗത്ത് കമിഴ്ന്നു കിടക്കുന്ന നിലയിൽ മൃതദേഹം കണ്ടെത്തി. മേൽവസ്ത്രം ഉണ്ടായിരുന്നില്ല. ഒരു ചെരുപ്പ് മാത്രമാണ് മൃതദേഹത്തിൽ നിന്ന് കണ്ടെത്തിയത്. ആത്മഹത്യ ചെയ്യില്ലെന്നും പരിശീലകനെതിരെ കേസ് നൽകാൻ പെൺകുട്ടി തീരുമാനിച്ചിരുന്നതായി കുടുംബം പറഞ്ഞു. കോഴിക്കോട് മെഡിക്കൽ കോളേജിന് സമീപത്തെ സ്കൂളിലെ +1 വിദ്യാർത്ഥിനിയാണ് പെൺകുട്ടി. സ്കൂളിലെ കൗൺസിലിംഗിലാണ് പീഡന വിവരം വെളിപ്പെടുത്തിയത്. സ്കൂൾ അധികൃതർ കോഴിക്കോട് ശിശുക്ഷേമ അധികൃതരെ വിവരം അറിയിച്ചു. തുടർന്ന് പരാതി വാഴക്കാട് പോലീസിന് കൈമാറി. പെൺകുട്ടി സംസാരിക്കാൻ കഴിയുന്ന സ്ഥിതിയിലല്ലാത്തതിനാൽ മൊഴിയെടുക്കൽ മാറ്റി. ആരോപണ വിധേയനായ കരാട്ടെ പരിശീലകനെതിരെ നിലവിൽ 2 പോക്സോ കേസുകളുണ്ട്. ഊർക്കടവിലെ ഇയാളുടെ വീട്ടിൽ വെച്ചുള്ള കരാട്ടെ പരിശീലനത്തിൽ വിവിധ ബാച്ചുകളിലെ 30ഓളം കുട്ടികളുണ്ട്. 10ാം ക്ലാസ്സിൽ മികച്ച മാർക്കോടെ വിജയിച്ച പെൺകുട്ടി മാനസിക പ്രയാസത്തെ തുടർന്ന് 2 ആഴ്ചയോളമായി സ്കൂളിൽ പോയിട്ടില്ല. പീഡനത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ പരിശീലകൻ ആദ്യം ഒഴിഞ്ഞുമാറിയെങ്കിലും പിന്നീട് തെറ്റുപറ്റിപ്പോയെന്ന് ഏറ്റുപറഞ്ഞതായി പെൺകുട്ടിയുടെ സഹോദരിമാർ പറഞ്ഞു. പെൺകുട്ടിയുടെ പിതാവ് അധ്യാപകനും സാമ്പത്തികമായി ഉയർന്ന കുടുംബവുമാണ്. 3 പെൺകുട്ടികളിൽ ഇളയവളാണ് മരണപ്പെട്ടത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രാഥമിക വിവരം അനുസരിച്ച് മരിക്കുമ്പോൾ ലൈംഗിക അതിക്രമം നടന്നതിന് തെളിവുകൾ കണ്ടെത്താനായിട്ടില്ലെന്നും പരാതിയിൽ അന്വേഷണം നടക്കുകയാണെന്നും വാഴക്കാട് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ രാജൻ ബാബു പറഞ്ഞു. 8ാം ക്ലാസ്സിൽ വെച്ചാണ് കുട്ടി കരാട്ടെ ക്ലാസ്സിന് ചേർന്നത്. 2023 സെപ്റ്റംബർ 15-ാം തീയതിയാണ് ഈ പറഞ്ഞ സംഭവം അനിയത്തിക്ക് ഉണ്ടാവുന്നത്. അതിനുശേഷം അവൾ മാനസികമായി വളരെയധികം വിഷമത്തിലായിരുന്നു. സാറിനെതിരെ എന്തെങ്കിലും ചെയ്താൽ, സാറിനെതിരെ സംസാരിച്ചാൽ എന്ത് സംഭവിക്കും എന്നുള്ള ഭയം അവളിൽ ഉണ്ടായിരുന്നു. സാറ് വളരെയധികം സ്വാധീനമുള്ള, സാറിനെതിരെ ശബ്ദിക്കാൻ നമുക്ക് സാധിക്കാത്ത വിധം സ്വാധീനമുള്ള ഒരു വ്യക്തിയാണെന്നും സാറ് ചെയ്യുന്നതൊക്കെ വളരെ ന്യായമാണെന്നും ഉള്ള ഒരു ഇമേജ് സാറ് കുട്ടികളിൽ ഉണ്ടാക്കി വെച്ചത് കൊണ്ട് ഉള്ള ആശങ്ക ഞങ്ങളുടെ അനിയത്തിയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾക്ക് കൗൺസിലിങ്ങും കാര്യങ്ങളും കൊടുത്ത് അവളെ ഓക്കെ ആക്കി കൊണ്ടുവരികയായിരുന്നു. അങ്ങനെ കേസ് പ്രൊസീഡ് ചെയ്യാൻ നിൽക്കുന്ന അവൾ ജസ്റ്റിസ് എപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതോടൊപ്പം പാരലി അവൾക്ക് ഭയമുണ്ടായിരുന്നു. ഈ ഭയത്തെ ഓവർകം ചെയ്തുകൊണ്ട് ജസ്റ്റിസിന് വേണ്ടി മുന്നോട്ട് പോകാൻ തീരുമാനമെടുത്ത നിമിഷത്തിലാണ് എൻ്റെ അനിയത്തിക്ക് ഇങ്ങനെ ഒരു ദാരുണ അന്ത്യം ഉണ്ടാവുന്നത്. ഇതിൽ ഞങ്ങൾക്ക് വളരെയധികം സംശയമുണ്ട്. കാരണം മുമ്പ് ഇയാൾക്കെതിരെ പോസ്കോ കേസുകൾ വന്നപ്പോഴൊക്കെ സ്വാധീനം ചെലുത്തി, ഇയാൾക്കെതിരെ പരാതികൾ വന്ന സമയത്തൊക്കെ പ്രതികളെ സ്വാധീനിച്ചിട്ട് പിറകോട്ട് വലിക്കുകയായിരുന്നു ഇയാളുടെ സ്ഥിരമായി ഇവിടെ നടന്നു വന്നിരുന്നത്. അതുകൊണ്ടായിരിക്കുമല്ലോ ഇത്രയേറെ ശാരീരിക പീഡനങ്ങളും മാനസിക മാനിപ്പുലേഷനും അവിടെ നടന്നിട്ടും ആ സ്ഥാപനം അവിടെ നിന്നുപോയത്. പക്ഷെ എൻ്റെ അനിയത്തിയുടെ കേസിൽ ഞങ്ങളിത് വളരെ സ്ട്രോങ് ആയിട്ട് പ്രൊസീഡ് ചെയ്യാൻ ഞങ്ങൾ എല്ലാ തരത്തിലും തയ്യാറെടുത്ത നിമിഷത്തിലാണ് ഇങ്ങനെ ഒരു ദാരുണാന്ത്യം ഉണ്ടായത്. ആ മരണത്തിൽ ഞങ്ങൾക്ക് എല്ലാ സംശയങ്ങളും ഉണ്ട്. കാരണം ഒരിക്കലും മുങ്ങി മരിക്കാൻ പോലുമുള്ള വെള്ളമില്ല ഇവൾ ആ വീണ് കിടക്കുന്ന സ്ഥലത്ത്. അവൾ മരിച്ചു കിടക്കുമ്പോൾ വസ്ത്രം ഇല്ലായിരുന്നു, മുകളിലെ വസ്ത്രം ഇല്ലായിരുന്നു. അത്യാവശ്യം ലോങ് ആയിട്ടുള്ള മുക്കാൽ കൈയൊക്കെ ഉള്ള അത്യാവശ്യം കോട്ടന്റെ പോലെയുള്ള ഒരു വസ്ത്രമായിരുന്നു അവൾ ഇട്ടത്. അവളുടെ കാലിൽ ചെരുപ്പുകൾ ഉണ്ടായിരുന്നു. അവളുടെ കൈ ഇങ്ങനെ ഒരു ബന്ധിക്കപ്പെട്ട് അഴിച്ചത് പോലെയുള്ള ഒരു തരത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇവളുടെ മരണത്തിൽ ദുരൂഹതയുണ്ട്. കുട്ടി എന്നും ജസ്റ്റിസ് ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അവൾ ഒരുപാട് പേരെ ഭയപ്പെട്ടിരുന്നു. സമൂഹത്തിൽ എന്ത് സംഭവിക്കുമെന്നും സാറ് നമുക്കെതിരെ എങ്ങനെ പെരുമാറുമെന്നും ഉള്ളത് അവൾ ഭയപ്പെട്ടിരുന്നു. എൻ്റെ അനിയത്തിയുടെ മരണത്തിൽ ആരാണ് കാരണക്കാരെന്ന് വെച്ചാൽ അവരെ കണ്ടുപിടിച്ച് ശിക്ഷിക്കണം. സാറിനെതിരെ തീർച്ചയായും സാർ ഇതിൽ ഉത്തരവാദിയാണ്. സാറല്ലാതെ ഇതിൽ ആരെങ്കിലും ഇൻവോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവള് വൈകുന്നേരം നടക്കാൻ ഇറങ്ങിയപ്പോൾ ഫോളോ ചെയ്യുകയോ അവളെ ഭീഷണിപ്പെടുത്തുകയോ മാനസികമോ ശാരീരികമായോ അവളെ ഉപദ്രവിക്കുകയും ചെയ്യുകയോ ഇങ്ങനെ ഒരു മരണത്തിലേക്ക് എന്തെങ്കിലും പ്രേരണ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും കണ്ടെത്തണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. കാരണം ഒരിക്കലും ആത്മഹത്യ ചെയ്യാൻ ആഗ്രഹിച്ച ഒരു വ്യക്തിയായിരുന്നില്ല അവള്. അത് ഞങ്ങളോട് ഇവളുടെ തന്നെ കൗൺസിലർ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. കാരണം കുട്ടി ആത്മഹത്യ ചെയ്യാൻ ആഗ്രഹിച്ച വ്യക്തിയായിരുന്നില്ല എന്നുള്ളത്.